ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താ അറിയോ, ഇത് രാവിലെ നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ്. അവിടെ ഒരു കുറിപ്പ് കിട്ടിയതാണ്. നമസ്കാരം ഡോക്ടർ, എൻ്റെ വീട്ടിൻ്റെ പുറത്തു നിന്നും ഈ പക്ഷിയെ വയ്യാതെ കിട്ടിയതാണ്. ഇതിനെ വേണ്ട രീതിയിൽ ചികിത്സിക്കുക. എനിക്ക് 8:30 ക്ലാസ് തുടങ്ങുന്നത് കൊണ്ടാണ് ഇതിനെ ഇവിടെ വെച്ച് പോകുന്നത്. ദയവായി വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടെ മുഹമ്മദ് ഇസ്വാം അല്ലേ, മുഹമ്മദ് ഇസ്വാം, മാട്ടൂൽ നോർത്ത്. ഇത് നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ഒരു കുയിലിനെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഡോക്ടർ പ്രാഥമിക ചികിത്സയൊക്കെ നൽകി, എന്നിട്ട് നമ്മളെ ഏൽപ്പിച്ചതാണ് കേട്ടോ. നമ്മളൊന്ന് അതിനെ ശരിയാക്കിയിട്ട് വിടാൻ വേണ്ടിയിട്ട് മരുന്നും കാര്യങ്ങളും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഇവൻ ശരിയാവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തുറന്ന് വിടാം. എന്തായാലും തീരെ വയ്യ, ഓക്കെ, ഒരു പറ്റുന്ന രീതിയിലല്ല ഉള്ളത്. എന്തായാലും നമ്മൾ ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. പുള്ളിക്കുയിൽ എന്താ, നമ്മൾ തീരെ വയ്യ. ഓക്കെ, നമുക്ക് ട്രീറ്റ് ചെയ്ത് നോക്കാം, സ്ട്രെസ് ആക്കണ്ട. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, തിരിച്ച് കിട്ടുമെന്ന് അറിയില്ല. സഫ്വാനല്ല, എന്താ പേര് പറഞ്ഞേ? ഓക്കെ, അപ്പോൾ വേറൊരാളെയും കൂടി കാണിച്ചു തരാം ഞാൻ. ജസ്റ്റ് നമ്മുടെ പൗഡർ കണ്ടോ, ഇതാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് കൈ കഴുകട്ടെ. ഒരു ജീവനെ തൊട്ട്, എന്തെങ്കിലും ഇൻഫെക്ഷനുള്ള ജീവനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ കഴുകിയിട്ട് മാത്രമേ അടുത്തതിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കൈ കഴുകിയതിന് ശേഷം നമ്മളെ പൗഡറിനെയും കൂടി കാണിച്ചു തരാം. നമ്മൾ കൈയെല്ലാം കഴുകി വന്ന്, ഇതൊരു പോമറേനിയൻ പൗഡറാണ് കേട്ടോ. പോമറേനിയൻ പൗഡറിനല്ലേ, പൗഡേഴ്സിനൊക്കെ വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഈ വെള്ളക്കെട്ട്. കണ്ടോ, ഇത് ഫുഡും അതുപോലെ വെള്ളം കൂടുതൽ കുടിച്ച് തന്നെ, വെള്ളം കുടിക്കാണ്ട് നിന്നിട്ട് പെട്ടെന്ന് കുടിക്കുമ്പോൾ ഈ പ്രശ്നം കൂടുതൽ വരാം. പക്ഷെ അതിൻ്റെ കൂടെ ഫുഡും കൂടി ആകുമ്പോൾ എന്താ പറയുക, അകത്തോട്ട് പോകാണ്ട് അവിടെ സ്റ്റക്കാകുന്നൊരു പ്രശ്നമാണ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഈ വെള്ളവും ഫുഡും പുറത്തേക്ക് എടുക്കലാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഇത് സാധാരണ പ്രാവിനെ വളർത്തുന്നവർക്കൊക്കെ കറക്റ്റ് അറിയുണ്ടാവും. നമ്മളിത് പിടിച്ചിട്ടുണ്ടാ, ഇത് പുറത്തേക്ക് ഇത് ചെയ്യുന്ന കണ്ടോ. ജസ്റ്റ് കാണിച്ചാൽ ഇതിൻ്റെ അടുത്ത് വന്ന് ഇതുണ്ടാ, ജസ്റ്റ് കാണിച്ചറിയാം. ഇതിൻ്റെ മേലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ കെട്ടി വന്നിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും. വേണ്ട, കംപ്ലീറ്റ് ഇതുപോലെ പുറത്തേക്ക് എടുക്കും. കണ്ടാ, ഗോതമ്പ് അതിൻ്റെ ധാന്യങ്ങളൊക്കെ കണ്ട, അത് കഴിച്ചാൽ എല്ലാ സാധനവും പുറത്തേക്ക് വരുന്നുണ്ടാ. ഇത് നമ്മൾ കംപ്ലീറ്റ് പുറത്തേക്ക് എടുത്തതിന് ശേഷം കുറേ സമയം അങ്ങനെ തന്നെ തിരിച്ച് പിടിക്കാൻ വേണ്ടി പാടില്ലേ, എന്നാലും ശ്വാസം മുട്ടൽ വരും കേട്ടോ. എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് ചത്തുവാനുള്ള ചാൻസെല്ലാം ഉണ്ട്. അതുകൊണ്ട് ചെറുങ്ങനെ ആയിക്കൊണ്ടിരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം പോയില്ലേ. ഇനി നമ്മൾ എന്താക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈലാസേ ഓക്കെ, ഒന്ന് വെള്ളം എടുക്കട്ടെ. കുറച്ച് മഞ്ഞൾ ഇളക്കിയ വെള്ളം ഒന്ന് ഗാർഗിൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. ഞാൻ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ട, മഞ്ഞൾ ഇളക്കിയ വെള്ളം എടുത്ത് അടക്കടാ. കണ്ട, ഇപ്പം തന്നെ ഏകദേശം ശരിയായി. കണ്ട, ഇനി ഇതൊന്ന് എടുത്ത് ഇതണ്ട ക്രോപ്പിലേക്ക് അങ്ങനെ അടിച്ചു കൊടുത്തതാ. അത്യാവശ്യം നല്ലോണം വെള്ളം കയറും കേട്ടോ. കണ്ട, പ്രാവിനായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഇത് അറിയണ്ടാവേ. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്പേർട്ടാണ് കേട്ടോ, ഇത്ര സ്പീഡിലടിക്കുന്നത്. എന്താ ടപ്പ് പരിപാടിയാണ്. പണ്ട് നമ്മൾ പ്രാവിൻ്റെ കുഞ്ഞിനെ ഹാൻഡ് ഫീഡ് ചെയ്യൽ ഈ രീതിയിലാണ്. എൻ്റെ ഇപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് കലക്കി അതിൻ്റെ ഉള്ളിൽ എല്ലാ ധാന്യങ്ങളെല്ലാം ഇളക്കിയെടുത്തിട്ട് കുലിക്കുന്നുണ്ട്. നല്ല സൗണ്ട് കുലുക്കുന്നുണ്ട, കണ്ടാ, കേൾക്കുന്നുണ്ട. നമ്മൾ മൈക്കിൻ്റെ അടുത്തോണ്ട് ചെയ്യുന്നതാണ്, കേൾക്കുന്നുണ്ട്. കണ്ടാ, വലിയ ധാന്യങ്ങളെല്ലാം കണ്ട ദഹിക്കാണ്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ 2-3 ദിവസം നിന്ന് കഴിഞ്ഞാൽ ഇതിന് പണിയാവും. അപ്പോൾ ബാക്കിയുള്ളതും കൂടി
ഫുള്ള് പോയി ഏകദേശം. ഇതിങ്ങനെ നമ്മളെ ആ ഫുഡിനെ പുറത്തേക്ക് ഇങ്ങനെ ഞെക്കി എടുത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മളിത് പുറത്തേക്ക് വിടുന്നട്ടാ. അങ്ങനെ ആകുമ്പോൾ ഇത് ഫുള്ള് പോവുള്ളൂ കേട്ടാ. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ കറക്റ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചെടുത്ത് 20 ml മാത്രം കുടിച്ചൊരു 2 ദിവസം സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഊതിയിട്ട് അതിനെ ബൗൾ ചെയ്ത് കൊടുക്കല്ലേ, അതുപോലെ ആക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഓക്കെ, അപ്പോൾ തന്നെ ആൾ കൂളായി, അടിപൊളിയായി ഉണ്ടാ. ഒന്ന് 2 ദിവസം സെപ്പറേറ്റ് ഇടേണ്ടി വരും. നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല ഉണ്ടാ. ഇപ്പോൾ ആൾ ഓക്കെ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, നമുക്ക് ജോട്ടനെ കാണാൻ പോവാം. അതിന് മുമ്പ് ഒന്നും കൂടി കഴിയട്ടെ. അപ്പോൾ നമ്മളിതാ ക്യാരറ്റും കസ്സും എടുത്തിട്ടുണ്ടേ. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജോട്ടനെയും ഓറിയോനും ഒന്ന് ഫീഡ് ചെയ്ത് നോക്കാം. അതേപോലെ നമ്മൾ ഓറിയോനുണ്ടല്ലോ, ഓറിയോനും ജോട്ടനെയും സെപ്പറേറ്റ് ചെയ്യേണ്ട സമയമായി. പക്ഷെ നമുക്കെന്തോ മനസ്സ് വരുന്നില്ല. ജോട്ട റോൾ ചെയ്ത് കളിക്കുന്നുണ്ടാ. ഇതാ ഏറ്റവും ആരോഗ്യമുള്ള കുതിരയെന്ന് ഈ റോൾ ചെയ്യൂട്ടാ. വാ കണ്ടാ. അതിന് ശേഷം ഈ കുടയുന്നതൊക്കെ നല്ല ആരോഗ്യമുള്ള കുതിരൻ്റെ ലക്ഷണം. അപ്പോൾ നമ്മുടെ ജോട്ട ആൾ സെറ്റാണ് കണ്ടാ, വലുതായി നോക്കിയേ. നല്ല മണ്ണെല്ലാം പറ്റിപ്പിടിച്ച് നല്ല ഗ്രൂം ചെയ്ത് സെറ്റാക്കി നിർത്തിയൊക്കെ ഓറിങ്ങനെ കോളാക്കിക്കോളും. കുതിര എഴുന്നേക്കുന്ന കാണാനും നല്ല രസമാണേ. ഫ്രണ്ട് കാലം ഒന്ന് മുന്നിൽ വെച്ച് കേട്ടാ. വാ വലിയ ചെക്കനായില്ലേ ചോട്ടാ ബേബി. ബാ ബാ, അതാ എന്നെ ഇടുന്ന് കുറേ ഓട്ടവും ചാട്ടലും ഉണ്ടാവും. എൻ്റെ മുത്തേ ബാ 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 ബാ. കാട്ടുന്നുണ്ട് കേട്ടാ, കൊടുത്ത് പഠിപ്പിക്കാൻ നോക്കല്ലേ. അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ, കസ് ഇഷ്ടപ്പെട്ടില്ല, ക്യാരറ്റാ ഇഷ്ടപ്പെട്ടെ. എങ്ങനെയുണ്ട് കുതിര, എങ്ങനെയുണ്ട് നോക്കിയേ. അവിടെ കാലിൽ നേരെ വെച്ചേ, എല്ലാവരും നോക്കുന്ന വാ. ഓക്കെ, ഇതാണ് നമ്മളെ ജോട്ടക്കുട്ടി. എനിക്ക് വേണോ? വിളിക്കുന്നുണ്ട് അവിടുന്ന്, ഒരു ബേബി. ഓരോണൊക്കെ കണ്ടാ. ഓരോക്ക് ചെറിയൊരു ഉടവ് സംഭവിക്കുന്നുണ്ട്. പാൽ കുടിക്കാൻ നല്ല കുടിയല്ലേ, അപ്പോൾ അതിൻ്റെതായ ചെറിയ ക്ഷീണം കാണിക്കും. അതേപോലെ അടുത്ത മേറ്റിങ്ങിൻ്റെ സമയമായി അല്ല സൈറേ. ഇനി നമ്മൾ ഇതിനെയൊന്ന് മേറ്റേപ്പിക്കുന്നത് ഒരു തൃശ്ശൂരിനോ ഇനി പാലക്കാടല്ലേ. പാലക്കാടിലൊരു കിടിലൻ കുതിരനെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടൊന്ന് മേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരണം അല്ലേ. ഷെർലേ, ഈ പേടി മറിയാ. അടുക്ക വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് അടുത്ത മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെയും 11 മാസം. അപ്പോൾ കൊണ്ടുപോകാനായിട്ടില്ല, നമുക്ക് എന്തായാലും അടുത്ത മാസം കൊണ്ടുപോകാം അല്ലേ. അടുത്ത മാസം കൂടി കഴിയട്ടോ അല്ലേ. ഓക്കെ, സെയ്റാന്ന് നമ്മൾ മറ്റേ കുതിരൻ്റെ ആശാൻ കേട്ടാ. അതേപോലെ നമ്മളിവിടെ പിന്നെ പറവപ്രാവിനെ സെറ്റ് ചെയ്യുന്ന നന്നേ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മൾ പറവപ്രാവിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാക്കിൽ ഫുള്ള് പിന്നെ അടിപൊളി ആക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ അവിടുത്തെ കൃഷിയെല്ലാം നമ്മൾ ഒട്ടകം കയറി കംപ്ലീറ്റ് നശിപ്പിച്ചേ. കാണിച്ചു തരാം വാ. ഒട്ടകത്തിന് നമ്മൾ ഈ സൈഡിൽ കെട്ടാറുണ്ട്. അപ്പോൾ അതെന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ സൺഫ്ലവറും കാര്യങ്ങളെല്ലാം തിന്ന് തീർത്ത് നല്ല വെടിപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ പ്രാവിനെ പറപ്പിക്കുന്ന പ്രാവിനെ സെറ്റാക്കുന്നുണ്ട്. പഴയ നമ്മുടെ ഓരോ ഓർമ്മക്ക് ഈ ഭാഗത്ത് കുറച്ച് പച്ചക്കറി കൃഷിയും പിന്നെ കുറച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഡോഗിന് വിടലുണ്ട്, ഡോഗ് കടിക്കില്ല എന്ന് വിചാരിക്കാം. ക്യാരറ്റ് ലോൺ ഇഷ്ടമായിനെ, പല്ലല് സെറ്റായിട്ടാ. ബാ, ഗുഡ് ബോയ്. ഓക്കെ, കഴിഞ്ഞടാ. കഴിഞ്ഞില്ലേ? എന്നിട്ട് ഡിമാൻഡല്ല ആദ്യം നോക്കുമ്പോൾ. ഓക്കെ.
ഗുഡ് ബൈ. ഇതാ നമ്മുടെ വീഡിയോയിൽ പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു കമൻറ്റ് ഉണ്ടായിനി, പ്രേമേച്ചിക്ക് എന്തായി, പ്രേമേച്ചി ശരിയായി വന്നു. പ്രേമേച്ചി അങ്ങനെ അടുത്ത പിന്നെ ആക്സിഡൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സെറ്റപ്പായി വരുന്നുണ്ടേ. ഇനിയിപ്പോൾ കുതിരനെല്ലാം കണ്ടിട്ട് പേടിച്ചിട്ട് സൈഡിലേ പോകുന്നു. എന്താ പറഞ്ഞാൽ ഇനി ഒരു ഇത് താങ്ങൂല. ഇൻഷുറൻസ് എല്ലാം എടുത്തിന് പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളോട് ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു 3 ആഴ്ച മുന്നേ. എന്ന് പറഞ്ഞാൽ ഭയങ്കര പെറ്റ് സ്റ്റേഷൻ ഫാൻ കേട്ടോ. എല്ലാ ബേർഡിൻ്റെയും മറ്റേ കുതിരൻ്റെ എല്ലാവരുടെ ഡീറ്റെയിൽ മൊത്തം അറിയാം. അപ്പോൾ ആ വീഡിയോ ഞാൻ ജസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. വരുന്നുണ്ടോ നമ്മളെ ജോട്ട ബാക്കി തന്നെ വരുന്നുണ്ടാ. സ്നേഹം വന്ന് ജോട്ട ബേബി, ജോട്ട ബേബി, ജോട്ട ബേബി. മേത്ത് കയറട്ടെ, 2 കാലുമുക്കി നിർത്തുന്നുണ്ട്. അയ്യടാ രസല്ലേ. ഇത് പേരാമ്പ്രയിന്ന് വന്ന് നമ്മളൊരു ഡൈഹാർട്ട് ഫാനാണ് കേട്ടോ. മനു അല്ലേ, മനു. എല്ലാം ഇപ്പോൾ പിന്നെ 4 വയസ്സാകുന്നേ ഉള്ളൂ. 4 വയസ്സാകുമ്പോഴേക്കും മൂപ്പര് വന്നിട്ട് ഇവിടെ കുതിരൻ്റെ മുന്നിൽ നമ്മൾ എന്താ എഴുതിയത് പറഞ്ഞേ? എൻ്റെ പൊന്നോ, കേട്ടോ? ശരിക്കും കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, കേട്ടിട്ടോന്ന് അറിയില്ല. ഒരു മിനിറ്റ് ഒന്നുകൂടി പറയാം അല്ലേ, ഒന്നുകൂടി പറയണേ. കുതിര കടിക്കാനും തയ്ക്കാനും സാധ്യതയില്ലെങ്കിൽ കുതിരനെ കൂട്ടിൽ നിന്ന് അകലം പാലിക്കുക. അല്ല പിന്നെ ഇതെങ്ങനെ പഠിച്ചെന്നറിയോ? അവിടെ എഴുതിയത് കണ്ടിട്ടല്ല കേട്ടാ, ഇത് നമ്മൾ വീഡിയോ കണ്ടിട്ട് പഠിച്ചാണ്. അതുപോലെ പെറ്റ് സ്റ്റേഷനിൽ ദാബിക്ക് ഉണ്ടാവുന്നൊക്കെ നോക്കിയിട്ട് വന്ന ആളാന്നല്ലേ. ഓക്കെ, എൻ്റെ ഇപ്പോൾ വന്നിട്ട് കുറേ സമയമായി. എന്നിട്ട് ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് കുതിരയ്ക്ക് കൊടുക്കാൻ വേണ്ടി ട്രീറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ അല്ലേ. ഇതാ പാരൻസും ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഇതാ ഇവർ പേരാമ്പ്രയിന്ന് ഒന്നാണ്. അമ്മ അല്ലേ, അമ്മ, അച്ഛൻ, അമ്മ, അച്ഛൻ, അമ്മ, അച്ഛൻ. ഓക്കെ, അതന്നെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവരെല്ലാം പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടി വന്നത്. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഓക്കെ, അപ്പോൾ നമുക്ക് മനുവിനെ കൊണ്ട് നമുക്ക് കുതിരക്ക് കുറച്ച് ഫീഡ് കൊടുപ്പിക്കാം അല്ലേ, ട്രീറ്റ് കൊടുപ്പിക്കാം. മനുവിനെ കൊടുക്കൂലേ? അതാരാ? ടോർക്ക്. ഓക്കെ, ടോർക്കിന് കൊടുക്കുക അല്ലേ. കടിക്കൊന്നുമില്ല. ടോർക്കിനെ നമുക്ക് വിളിക്കാലോ അല്ലേ, വിളിക്കൂലേ? ടോർക്ക്, ടോർക്ക് ബോയ്, ടോർക്ക്, ടോർക്ക് കം ബാ. കൊടുക്കണേ. എങ്ങനെ കൊടുക്കുക? ഇങ്ങനെ മേടിക്കുക, പേടിക്കണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. അതെടുക്കുക. ഇനി കൊടുക്കൂലേ? ആ, എങ്ങനെ കൊടുക്കുക? ഇങ്ങനെ മുട്ടിച്ച് വെച്ച് കൊടുത്താൽ മതിയേ. ഓക്കെ, ഇഷ്ടയാ? വീഡിയോയിൽ കാണാട്ടാ, മനുവിനെ വീഡിയോയിൽ കാണൂലേ? ഓക്കെ, അടുത്ത ശനിയാഴ്ചയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ആയിരിക്കാം കൊടുക്കണ്ടേ? ബോണി പാമനെ. ആ, അതേപോലെ അയവ പഠിച്ചല്ല. കൊടുത്തോ. ഓക്കെ, ഇഷ്ടായാ? ഒരു മിനിറ്റ്. തൊട്ടോ. ഇഷ്ടപ്പെട്ടിനാ? ഓക്കെ, ഗുഡ് ബൈ പറ. ഗുഡ് ബൈ. ആ, ഇന്നെടുത്തോട്ടോ. കടിക്കാനും തൊഴിക്കാനും സാധ്യതയില്ലേ? ആ, ഇനി എന്താ വേണ്ടേ? കോയിഫിഷ്യന് ഫീഡ് ചെയ്താൽ നമുക്ക് കുറച്ച് കോയിഫിഷ്യൻ കൊടുത്താലോ? ഇറങ്ങണോ? ഓക്കെ, അടിപൊളി കേട്ടോ. ഈ ബാഗ് എന്തിനാ ഇട്ടെന്നറിയോ? കണ്ടാ വിചാരിച്ച് സ്കൂളിലേക്ക് പോകുന്ന അതൊന്നുമല്ല. സ്കൂളിലൊന്നും പോകാൻ തുടങ്ങിയിട്ട് 4 വയസ്സായിട്ടുള്ളൂ. അതിൻ്റെ ബാക്കിൽ ഒരു ഡോഗ് ഉണ്ട്. ഇതെന്താ, ശരിയായ പെറ്റ് ലവറാന്ന്. ഫുൾ ഹാപ്പി. ഞാൻ വരുമ്പോ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. കുറച്ച് ഫീഡ് കൊടുക്കാം. ഇല്ല, കുഴപ്പമില്ല. കറക്റ്റ്. ഓന് എല്ലാരെക്കാളും നമ്മളെക്കാളും എക്സ്പേർട്ട് ആയിരുന്നു കണ്ടിട്ട് അല്ലേ?
ഏത് ഡോഗിനെ തൊടണ്ടേ? നമുക്ക് മാനുവിനെ ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഡോഗിനെ കൂടി കാണണം അല്ലേ? ഏത് ഡോഗിനെ തൊടണ്ടേ? വാ 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 ഇങ്ങോട്ടോ, ഇതില് വാ. നമുക്ക് സ്പെഷ്യൽ എൻട്രി വാ. ഏത് ഡോഗിനെ തൊടണ്ടേ? ഏത് ഡോഗിനെ തൊടണ്ടേ പറ. ഇതാരാ? ഇവന്റെ പേരെന്താ? അടുക്ക അങ്ങനെ തൊട്ടൂടാ. എന്റെ പേര് റൂബി. ഇതിന്റെ പേരോ? എന്താ പേര്? അമേരിക്കൻ പുള്ളി അല്ലേ? ഓക്കെ വാ. ഇതേതാ? ഹസ്കി. ഇതിന്റെ പേരെന്താ? ഇത് പേരെന്താ ഇവന്റെ? ടർബോ. ഇതാരാ? മാംബോ. ഏതാ ബ്രീഡ്? റോഡ് വീലർ. ഇതിവിടെ കഴുകുന്ന കേട്ടാ. ഇതാരാ? റാമോസ് അല്ലേ? ഇതിന്റെ ബ്രീഡ് ഏതാ? കാനക്കോർസോ. ഇതാരാ? ഡാൽമേഷ്യൻ. അവന്റെ എല്ലാരുടെ ഫുൾ ഡീറ്റെയിൽസ് പറയട്ടാ. ഏത് ഡോഗിനെ തൊടണ്ടേ മോനി? ഏത്? ടർബോനെ തൊടണ്ടേ? ആ ടർബോനെ തൊടാൻ നമുക്ക്. നോ നോ സിറ്റ്. നോ സിറ്റ്. തൊട്ടോ. ബാ ബാ. ഇഷ്ടയാ? മതിയാ? ആരെ കാണാത്തെ? കന്നാസിനെ കാണണ്ടേ? അവിടെ കന്നാസിനെ കൂട്ടിട്ട് വാ. കന്നാസ് ബാക്കിലുള്ള അപ്പൊ കന്നാസിനെ കാണിച്ചു കൊടുക്കണ്ടേ നീ? അതെന്താ? വാട്ടർ ബോട്ടിൽ. അപ്പൊ കന്നാസിനെ ഓനെ ഓർമ്മിച്ച് ചോദിച്ചിട്ടാ. അപ്പൊ കന്നാസിനെ കാണാം. അതെ, അതുകൊണ്ടാണ് ഇവര് സ്നേഹം. സാബിർ. എവിടെ സ്ഥലം? ഞാൻ കണ്ണൂരാ. കണ്ണൂരാ? രാകേഷ് സംസ്ഥാനത്തൊക്കെ തന്നല്ലേ? ഓക്കെ ഓക്കെ. നമ്മള് ഹായ്. കയ്യില് കച്ചറുണ്ടോ? ഇത് പെറ്റ് സ്റ്റേഷനിൽ പേരിട്ട് തുടങ്ങിയിട്ട് 15 വർഷമായി. ഇപ്പൊ പബ്ലിക് പാർക്ക് ആക്കിയിട്ട് അത്ര ആയിരുന്നു. തന്നല്ലേ? ജാബിർ. ശരി, നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ആ വീഡിയോയിൽ കാണാം. എല്ലാ ശനിയാഴ്ചയും നമ്മൾ യൂട്യൂബിൽ വീഡിയോ വരും. ഓക്കെ ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. ഇതാ കന്നാസ് വന്നിട്ടാ. ഡാ ബാ. നോ 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 കം ബാ. സിറ്റ്. ഡാ മോനെ സിറ്റ്. ഗുഡ് ബോയ്. തൊട്ടോ വാ. തൊട്ടോ ഒന്നും ചെയ്യില്ല. ഇഷ്ടപ്പെട്ടിനാ? ഇതിന്റെ പേരെന്താ? കന്നാസിനെ എവിടെന്നാ കിട്ടിയേ? ബാക്കിന്നാ? കന്നാസ് വില്ലനല്ലേ? തൊട്ട് പേടിക്കൊന്നും വേണ്ട. ട്രീറ്റ് കൊടുക്കണോ? ഹരി ഒന്ന് ട്രീറ്റ്. അതിന് മേലതാ. ഇത് ഇവിടെ തന്നെ അതിന് മേലതാ. നോ എടുത്തോളൂ. റിസ്ക് ഒന്നുമില്ല. നോ സിറ്റ്. കൊടുത്തോ. കഴിച്ചോടാ. എന്നാ കിവിക്ക് കൊടുത്തോ. പോയിക്കോ. അടുത്ത് പോയിക്കോ. No, sit up.
എങ്ങനെ നിർത്തിക്ക സിറ്റ് അപ്പ് വാ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മാനുവിനൊരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ. കുറെ മിഠായിയും കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മാനുവിന് നമ്മളെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ. പേരാമ്പ്രീനെ കാണാൻ വന്നല്ലേ. അതുപോലെ പെറ്റ് സ്റ്റേഷന്റെ ഭയങ്കര ഡൈഹാർഡ് ഫാനാണ്. ഇപ്പൊ കിവിൻ്റെ കൂടെ കളിക്കണ്ട എല്ലാ ജീവികളുടെ ഡീറ്റെയിലും അറിയട്ടോ, കംപ്ലീറ്റ് എല്ലാവർക്കും. അപ്പൊ വന്നിട്ട് എനിക്ക് ഒന്ന് 3 മണിക്കൂറിന് മേലെ കണ്ടായി. ഇതാ മനു, മനു ജാബിക്കാട് ഗിഫ്റ്റ്. താങ്ക് യു പറ, താങ്ക് യു പറഞ്ഞ ഞാൻ തന്നെ പറഞ്ഞു. ഒരു ഇതാക്കിയ ആ അല്ല പിന്നെ അടിപൊളി. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടാ. നല്ലൊരു മുത്തുമണി പയ്യൻ. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ഇവരൊരു നമ്മളെ വീഡിയോ എന്നാൽ എല്ലാ ശനിയാഴ്ചയും കറക്റ്റ് ഇരുന്നിട്ട് എല്ലാം കംപ്ലീറ്റ് ഒരു 5-6 പ്രാവശ്യം കാണുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായിനാ? അതുപോലെ ഒരു എടുത്തു വരേണ്ട ഒരു കാര്യം, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് നമ്മുടെ കുയിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായി എടുക്കുന്നത്. ഓക്കെ, ചെറിയ മാറ്റം വരുന്നുണ്ട് കേട്ടോ. ആ മെഡിസിൻ്റെ എഫക്റ്റ് വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇസ്വാനോട് ഒരു പ്രത്യേകം നന്ദി എന്ന് പറഞ്ഞാൽ ആ കാണിച്ച മനസ്സ്. സ്കൂളിൻ്റെ സമയമാകുമ്പോഴും ആ ഒരു പക്ഷി അവശനായിട്ട് കിടക്കുമ്പോൾ അതിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ളതും, അതേപോലെ ആ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് അതൊക്കെ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്നതല്ല. അതിലൊരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഇതിനോടെല്ലാം ഭയങ്കര സ്നേഹമുള്ള, പ്രകൃതിനോട് സ്നേഹമുള്ള ആൾക്കാർക്ക് മാത്രം വരുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഇസ്വാന അഭിനന്ദിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.